2 ദിവസമായിട്ട് നിങ്ങൾക്കൊരു വിനു കേസ് മാത്രമേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും ഇന്നലെ ഞാൻ നിങ്ങളോട് പറഞ്ഞ കാര്യം ശരിയാണ് എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി കൂടി ഇന്ന് പ്രഖ്യാപിച്ചല്ലോ. പ്രഖ്യാപിച്ചത് മാത്രമല്ല, അതിൽ ഏറെ സന്തോഷം DCCയുടെ പ്രസിഡന്റ് ഇപ്പം നിങ്ങളുടെ മുമ്പാകെ നടത്തിയ പത്രസമ്മേളനത്തിൽ അത് അംഗീകരിച്ചു എന്നതും വളരെയധികം സന്തോഷമുണ്ട്. കാരണം അത് ഒരു യാഥാർത്ഥ്യമാണ്. അതിനെ നിയമപരമായി നേരിടും, അതിന് ഭരണക്കാരെ വിമർശിച്ചിട്ടൊന്നൊരു കാര്യമില്ല. വളരെ വസ്തുതാപരമായി വളരെ ക്ലീനാണ് സംഭവം. കാരണം നമ്മൾ വോട്ട് ചേർത്തി കഴിഞ്ഞാൽ വോട്ടർ പട്ടികയിൽ പേരുണ്ടാകും. വോട്ടർ പട്ടികയിൽ പേരുള്ള ആളാണ് നോമിനേഷൻ കൊടുക്കേണ്ടത്. വോട്ടർ പട്ടികയിൽ പേര് ചേർത്താൻ 3 തവണ സമയം അനുവദിച്ചിരുന്നു. അത് പരിശോധിക്കേണ്ടത് സാധാരണ നിലയിൽ സാധാരണക്കാരായ വോട്ടർമാരല്ല. അത് ഇവിടുത്തെ കീഴ്വഴക്കമനുസരിച്ച് രാഷ്ട്രീയ പാർട്ടികളുടെ ഉത്തരവാദിത്തമാണ്. അത് കോൺഗ്രസ് നിർവഹിച്ചില്ല എന്ന വിമർശനമാണ് ഞാൻ ഉന്നയിച്ചത്. ആ വിമർശനം അംഗീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ DCC പ്രസിഡന്റ് സംസാരിച്ചത്. അതിന് മറ്റാരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം നിങ്ങൾ തന്നെ ചോദിച്ചു നേരത്തെ, ഇയാൾ വോട്ട് ചെയ്തിട്ടുണ്ടല്ലോ. ഞാൻ പറഞ്ഞു വോട്ട് ചെയ്തിട്ടുണ്ട്. 21 നിയമസഭയിൽ ചെയ്തിട്ടുണ്ടാവും, 24 ലോകസഭയിൽ ചെയ്തിട്ടുണ്ടാവും. അത് വോട്ടർ പട്ടിക വേറെയാണ്. 2020 അയാൾ വോട്ട് ചെയ്തിട്ടില്ല. 2020 വോട്ടർ പട്ടികയിൽ വിനുവിന്റെ പേരില്ല. പിന്നെ വോട്ട് ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അത് കള്ള വോട്ടായിരിക്കും. ഇതെല്ലാം വസ്തുതയാണ്. അപ്പോൾ ഇപ്പോൾ അത് അവസാനിച്ചു. ഹൈക്കോടതി പോയപ്പോൾ ഹൈക്കോടതിയുടെ പരാമർശം കൂടി കോൺഗ്രസിന് വലിയ തിരിച്ചടി നേരിട്ടിരിക്കുക. ഇവിടെ കാണേണ്ടത് കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. കമ്മിറ്റികൾക്കൊന്നും ഒരു വിലയുമില്ലാതിരിക്കുകയാണ്. ഇന്നത്തെ വാർത്ത നിങ്ങൾ എത്ര പേര് കൊടുത്തെന്നറിയില്ല. ഇന്നലെ വളരെ കൃത്യമായി കോൺഗ്രസ് നേതാക്കന്മാരുടെ ഒരു സംഭാഷണം പുറത്തു വന്നിട്ടുണ്ട്. SDPIയുമായിട്ട് വളരെ രഹസ്യമായി വെൽഫെയർ പാർട്ടിയുമായി വളരെ രഹസ്യമായി കച്ചവടം നടത്തി സീറ്റ് വിഭജനം നടത്തിയിരിക്കുന്ന ഒരു വാർത്ത ഇന്ന് കൈരളി പുറത്തുവിട്ടിട്ടുണ്ട്. സംഭാഷണം ഉൾപ്പെടെ ഇന്നലെ. നിങ്ങൾ എത്ര പേരത് കൊടുത്തു എന്ന് എനിക്കറിയില്ല. അതല്ല നോക്കുക. കാരണം കോൺഗ്രസിന് ഇനി രക്ഷയില്ല. ഞങ്ങളെ രാഷ്ട്രീയം ഞങ്ങൾ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിനകത്ത് കേരളത്തിലെ ഭരണം ഒരു ജനാധിപത്യപരമായി ഈ കാലയളവിൽ ജനങ്ങൾ ഏറ്റവും നന്നായി ആസ്വദിക്കുകയും അനുഭവിക്കുകയും ചെയ്ത ഭരണം. ജനങ്ങൾ വളരെ സന്തോഷത്തോടെ ഈ സർക്കാരിനെ നോക്കിക്കാണുന്നുണ്ട്. ഈ സർക്കാരിൻ്റെ നേട്ടങ്ങളും അതേപോലെ ആക്രമണോത്സുകമായ വർഗീയത ഇളക്കിവിട്ട് ഈ രാജ്യത്തെ വർഗീയവൽക്കരിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഭരണഘടനയും മതനിരപേക്ഷതയും കുഴിച്ചുമൂടിക്കൊണ്ടിരിക്കുന്ന BJPക്കെതിരായും ആ BJPയോടൊപ്പം തന്നെ നിൽക്കുന്ന BJPയുടെ രാഷ്ട്രീയം കപടമായി മുഖംമൂടി അണിഞ്ഞുകൊണ്ടാണ് കോൺഗ്രസും UDFും ഇന്നലെ വരെ വർഗീയതയെ സഹായിച്ചിരുന്നതെങ്കിൽ ഇന്ന് വർഗീയ മുഖവുമായി പരസ്യമായ കൂട്ടുകൂടുന്ന കാഴ്ച നമ്മൾ കാണുന്നു. അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് കേരളമാകെ കോൺഗ്രസിൻ്റെയും UDFിൻ്റെയും ആളുകൾ രാജിവെച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലേക്കും CPMലേക്കും വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ജില്ലയിലെ സംഭവം ഞാൻ ആവർത്തിക്കുന്നില്ല, നിങ്ങൾക്കറിയാം. കാരണം ഇവിടെ കഴിഞ്ഞ ദിവസം ഞങ്ങൾ വാലേട്ട് സ്വീകരിച്ച STU നേതാവ്, DCC സെക്രട്ടറി മലപ്പുറത്ത് ഇന്ന് പത്രത്തിലുണ്ട്, തിരുവനന്തപുരത്തുണ്ട്, ആലപ്പുഴയിലുണ്ട്, പത്തനംതിട്ട ജില്ലയിലുണ്ട്. എല്ലാ സ്ഥലത്തു നിന്നും വലിയ രീതിയിലുള്ള ഒഴുക്ക് കോൺഗ്രസിൽ നിന്ന് ഇടതുപക്ഷ മുന്നണിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഇന്ന് കേരളത്തിൻ്റെ രാഷ്ട്രീയ മുഖം എന്ന് മനസ്സിലാക്കാൻ വേണ്ടി കഴിയണം എന്നതാണ് ഞങ്ങൾക്ക് പറയാൻ. ബിനുവിൻ്റെ വിഷയത്തിൽ ഈ കളക്ടറെടുത്ത് അപ്പീൽ കൊടുത്ത സമയത്ത് CPM ഉൾപ്പെടെയുള്ള അടുത്ത് സംഘടനകൾ പോയിട്ട് അതിനെ വോട്ട് അവകാശം കൊടുക്കരുത് എന്ന് പറഞ്ഞു കോൺഗ്രസ് പറയുന്നത്. അതായത് ഒരു പൗരൻ്റെ വോട്ടവകാശം നിഷേധിക്കാൻ വേണ്ടി CPM ഇടപെട്ടു. അത് ശരി. കളക്ടറെടുത്ത് ഞങ്ങൾ പോയി പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളെങ്ങനെ പറയുന്നത് എന്നൊന്നും എനിക്കറിയില്ല. ഇവിടെ ഞങ്ങൾ പോകാനുണ്ടായ സാഹചര്യം, ഇന്നലെ നിങ്ങളുടെ പല മീഡിയകളും ഞങ്ങൾക്ക് വോട്ട് കളക്ടർ തരുമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന UDF നേതാക്കന്മാരുടെ പ്രസ്താവന ഇവിടെ വിഷലിൽ കാണിച്ചിട്ടുണ്ട്. കളക്ടർ അങ്ങനെ കൊടുക്കാൻ പറ്റില്ലല്ലോ. ഞങ്ങൾ കളക്ടറെടുത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 2020 വോട്ടർ പട്ടികയുമായിട്ടാണ് കളക്ടറെ സമീപിച്ചത്.
അത് കൊടുക്കേണ്ടതാണെങ്കിൽ കൊടുക്കണം, അർഹതയുണ്ടെങ്കിൽ കൊടുക്കണം. അത് നിഷേധിച്ച് ഞങ്ങൾ പറയില്ല ഒരിക്കലും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്, CPIM ആണ്, ഒരിക്കലും അത് പറയില്ല. ഒരു പറഞ്ഞ പാരമ്പര്യം ഞങ്ങൾക്കില്ല. ഞങ്ങളുടെ പ്രസ്ഥാനം അത്തരത്തിലുള്ള വിഷയങ്ങളിൽ ഏതായാലും ആ നീതിക്ക് കൂടെ നിൽക്കുന്നവരാണ്. ഈ നാട്ടിലെ സാമൂഹ്യ നീതിക്ക് വേണ്ടി പോരാട്ടം നടത്തി രക്തസാക്ഷികളായവരാണ് ഞങ്ങൾ. ഇവിടെ നിലനിൽക്കുന്ന സാമൂഹ്യ നീതി ഈ പ്രസ്ഥാനത്തിൻ്റെതാണെന്ന് അവകാശം ഉന്നയിക്കുന്നവരാണ് ഞങ്ങൾ. അത് അനീതിയാണ് എന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് കലക്ടർ ബോധ്യപ്പെടുത്തി. പക്ഷേ കലക്ടർ അവർ ധരിപ്പിച്ച് 2020 അവർക്ക് വോട്ടുണ്ട് എന്നാണ്. വോട്ട് ചെയ്തു എന്നാണല്ലോ നിങ്ങളൊക്കെ പറഞ്ഞു നടന്നത്. നിങ്ങളെല്ലാം അത് പറഞ്ഞല്ലോ, അതിൻ്റെ വസ്തുതയല്ലല്ലോ പറയാൻ തയ്യാറായത്. നിങ്ങൾ കേട്ടതെല്ലാം വെച്ച് അതാണല്ലോ നിങ്ങൾക്ക് സമയപ്പിക്കുന്ന പണിയാണല്ലോ, സ്വാഭാവികമായിട്ടും അത് ചെയ്യും. പക്ഷേ ഞങ്ങൾ പറഞ്ഞു 2020 വളരെ കൃത്യമായി വോട്ട് ചെയ്തിട്ടില്ല, വോട്ടർ പട്ടിക എടുത്തു കൊടുത്തതാണ്. അപ്പോൾ കലക്ടർ പറഞ്ഞു എനിക്ക് മനസ്സിലായിട്ടുണ്ട് വോട്ടർ പട്ടിക. മറിച്ച് 2020 വോട്ടർ പട്ടിക നിഷേധിച്ച് കലക്ടർ കൊടുക്കാൻ പോകുന്നില്ല. കൊടുക്കുകയാണെങ്കിൽ ഇന്നലെ ഞങ്ങൾ അവിടെ അതിനെ പ്രതിരോധിച്ചുകൊണ്ടുള്ള സമരം നടത്തണമെന്ന ധാരണയിൽ തന്നെയാണ് പോയത്. പക്ഷെ അത് കൊടുക്കാൻ കഴിയില്ല, അതൊരു അന്യായമാണ്. അന്യായം മാത്രമല്ല, ജനാധിപത്യ വിരുദ്ധമാണത്. ആ ജനാധിപത്യ വിരുദ്ധ പ്രക്രിയ കലക്ടർ ചെയ്യുമെന്ന് ഞങ്ങൾ വിചാരിച്ചിട്ടില്ല. പക്ഷെ കലക്ടർ ചെയ്യും എന്ന്, കലക്ടർ തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്നെല്ലാം പറഞ്ഞത് മീഡിയകളാണ് പറഞ്ഞത്. യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ UDF ഒരു തോൽവി സംഭവിച്ച പോലെയാണോ? UDF അതായത് തെരഞ്ഞെടുപ്പിന്റെ മുന്നോടിയായി ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ UDFന് കഴിയുന്നില്ല. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വോട്ടർ പട്ടികയിൽ പേരുണ്ടോ നോക്കാനും വോട്ട് ചേർക്കാനും നീക്കം ചെയ്യാനൊക്കെ അവസരം ഉണ്ടായിരുന്നല്ലോ. അതൊന്നും ചെയ്യാതെ ഒരാളെ സ്ഥാനാർത്ഥിയായിട്ട് തീരുമാനിക്കുമ്പം UDFന്റെ സംഘടനാ സംവിധാനം ദുർബലമാണെന്ന് ഉറപ്പല്ലേ? അവർ പരാജയത്തിലേക്ക് തന്നെയാണ് പോകുന്നത്. ഇങ്ങനെയൊരു മുന്നണിക്കും കോൺഗ്രസ് നേതൃത്വത്തിന് എങ്ങനെയാണ് ജയിക്കാൻ കഴിയുക? ഇത്ര പ്രാഥമികമായ കാര്യങ്ങൾ പോലും പരിശോധിക്കാൻ സംഘടനാശേഷി ഇല്ലാത്തവർക്ക് ജയിക്കാൻ കഴിയുമോ? ജയിക്കില്ല എന്നുള്ളത് തന്നെയാണ് 100% വസ്തുത. അല്ല, ഒരു കാര്യം കൂടെ പറയാം. നിങ്ങള് കോർപ്പറേഷനിലെ 19ാം വാർഡിലെ ബിന്ദുവിന്റെ പേരെന്താ ആരും ചോദിക്കാത്തത്? മാറ്റി എന്താ പറഞ്ഞ ചോദ്യമില്ലാഞ്ഞ് ബിന്ദുവിന് വോട്ടുണ്ടെന്ന് പറഞ്ഞ ആരെങ്കിലും? ബിന്ദുവിന് വോട്ടില്ലാതെ അല്ലെ ബിന്ദുവിന്റെ പോസ്റ്റർ അടിക്കുകയും അതേപോലെ തന്നെ ബിന്ദുവിന് വേണ്ടി വോട്ട് ചോദിച്ച് നടക്കുകയൊക്കെ ചെയ്ത കാര്യം താങ്കൾ ചൂണ്ടിക്കാണിക്കാത്തത്? അപ്പൊ എന്താ പ്രശ്നം? ഞങ്ങൾ ചൂണ്ടിക്കാണിച്ച പോയിന്റിൽ തന്നെ ഞങ്ങൾ നിൽക്കുകയാണ്. കോൺഗ്രസ് വോട്ടർ പട്ടിക പരിശോധിച്ചിട്ടോ മറ്റെന്തെങ്കിലും പരിശോധിച്ചിട്ടോ ഒന്നല്ല സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചത്. ഓരോരുത്തരുടെ കീശയിലുള്ള സ്ഥാനാർത്ഥികളെ പേര് പറഞ്ഞ് പ്രഖ്യാപിക്കുകയാണ്. ഒരു കമ്മിറ്റിയില്ല കോൺഗ്രസിന്. കോൺഗ്രസ് ഈ ജില്ലക്കകത്ത് തകർന്ന് തരിപ്പണമായിരിക്കുന്നു. ഒരാൾക്കൂട്ടം മാത്രമേ ഉള്ളൂ. ഞങ്ങൾ അതാണ് പറയുന്നത്, ഞങ്ങൾ അത് ആവർത്തിക്കുന്നു വീണ്ടും. നേരത്തെ മോഹൻ മാഷ് പറഞ്ഞൊരു കാര്യം, അപമാനിക്കപ്പെട്ടു PM ബിനു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ PM ബിനു ഒരു നിലപാട് സ്വീകരിക്കുകയാണെങ്കിൽ തുടർന്ന് നിലപാട് സ്വീകരിക്കാം എന്ന് മോഹൻ മാഷ് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു സ്വീകരിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടോ? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യമില്ല. ഞങ്ങളുടെ സ്ഥാനാർത്ഥികളെല്ലാം ആയിക്കഴിഞ്ഞു. അപ്പൊ അത് ആയിക്കഴിഞ്ഞു. അപ്പൊ ബിനു, ഞാൻ ഇന്നലെ പറഞ്ഞു, അദ്ദേഹത്തിന് ഒരുപടി കലാരംഗത്ത്, സിനിമാ രംഗത്ത് ഒരുപടി ആശ്രിതരും അതേപോലെ തന്നെ അയാളെ ഇഷ്ടപ്പെടുന്നവരൊക്കെ ആയിട്ട് ധാരാളം പേരുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ പേര് ഇതിൻ്റെ അകത്ത് കോൺഗ്രസ് അദ്ദേഹത്തെ അപമാനിച്ചതാണ്, തീർച്ചയായും അപമാനിച്ചാണ്. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, ഇന്ന് രാവിലെയും പറഞ്ഞു, കോൺഗ്രസ് അപമാനിച്ചിരിക്കുകയാണ്. അത്തരത്തിലുള്ള ഒരു മനുഷ്യനെ കോൺഗ്രസ് അപമാനിച്ചാണ്. കാരണം അദ്ദേഹം അതൊന്നും അറിയുന്നില്ല. അദ്ദേഹത്തെ നിർത്താൻ തയ്യാറായി മേയറാകുമെന്ന് പറഞ്ഞിട്ടുണ്ടാവും. അദ്ദേഹത്തിന് ചിലപ്പം രമേശ് ചെന്നിത്തല പറഞ്ഞിട്ടുണ്ടാവും. അവർ കോൺഗ്രസ് ബണ്ടിലടിച്ച് ഇറക്കുന്നതിന് ഒരു പ്രശ്നമില്ലല്ലോ. കോഴിക്കോട് കോർപ്പറേഷൻ ഞങ്ങളാണ് ഭരിക്കാൻ പോകുന്നത് പറഞ്ഞ സ്വപ്നമല്ലേ. അപ്പം അദ്ദേഹത്തോട് നിങ്ങൾ മേയറാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അതൊക്കെ സാധാരണ അങ്ങനെ വരുന്നൊരു കാര്യമൊന്നും മാത്രമേ ഉള്ളൂ. പക്ഷെ അദ്ദേഹത്തെ അപമാനിച്ചു. എന്തായാലും അതിൽ നമുക്ക് വേദനയുണ്ട്. കാരണം അദ്ദേഹം നമ്മളെല്ലാം ആ മേഖലക്കകത്ത് റെസ്പെക്റ്റ് ചെയ്യുന്ന, ഇഷ്ടപ്പെടുന്ന ഒരാൾ തന്നെയാണ് ബിനു. അതെ,